Hi, hello guys, welcome back to my channel. എനിക്ക് കുറച്ച് നാളായിട്ട് വരുന്ന ഒരു കമന്റ് ആണ് ഈ ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഉള്ള സ്കിൻ കെയർ പറഞ്ഞു തരുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എന്റെ ഭൂരിഭാഗം വീഡിയോസ് കാണുന്നത് ഒരു 15 to എന്താ പറയാ ഒരു 11 to 15 ഏജസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ ഓർത്തുള്ള ഒരു ടീനേജേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ ടീനേജേഴ്സ്, ഈ ചെറിയ കുട്ടികളൊക്കെ എപ്പോഴും കൂടുതൽ ടൈം ഈ യൂട്യൂബ് കാണുമ്പോൾ ഇപ്പൊ നമ്മളെ പോലെയുള്ള വലിയ വലിയ ആളുകൾ ഇടുന്ന വീഡിയോസ് കാണുമ്പോൾ ഇവർക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും ഇതൊക്കെ വാങ്ങാനുള്ള ഒരു ത്വര തോന്നും. പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം 18 ഇയേഴ്സിന് ബിലോ ഉള്ള ആളുകളുടെ സ്കിൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സെൻസിറ്റീവും ജെന്റിലും സോഫ്റ്റും ആയിരിക്കും. ഈ സ്കിന്നിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പിന്നെയും ഓരോ പ്രൊഡക്റ്റ് ഇട്ട് സ്കിന്ന് ഡാമേജ് ആക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ചിലപ്പോൾ പാരബൻ ഉണ്ടാവും, ഹൈലൂറോണിക് ആസിഡ് ഉണ്ടാവും, നയാസിനമൈഡ് ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾക്ക് ഈ സെറംസും ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആണ്, നിങ്ങളുടെ ഒരു ബേബി സ്കിന്നാണ്. അത് ഇംപ്രൂവ് ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ബേബി സ്കിന്നിന്റെ ഒരു മാറ്റം ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കുട്ടികൾക്കായിട്ട് പ്രത്യേകതരം ഹാർഷ് ഒന്നും അല്ലാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ കുട്ടികള് സ്കൂളിൽ നിന്ന് വരുമ്പോ നേരെ തന്നെ മുഖം കഴുകും. അതെന്ത് വെച്ചിട്ടാ? സോപ്പ് വെച്ചിട്ടാണ്. സോപ്പ് വെച്ചിട്ട് മുഖം കഴുകാൻ പാടില്ല. സോപ്പ് അതിപ്പോ വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും സോപ്പ് മുഖത്തിന് അത്ര നല്ലതല്ല. സോപ്പിൽ ചേർന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ സ്കിൻ ഡാമേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സോപ്പൊക്കെ ഒഴിവാക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് നല്ലൊരു ക്ലെൻസർ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാഫിലിന്റെ ഒരു ക്ലെൻസർ നല്ലതാണ്. പിന്നെ ഡെർമയുടെ ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ഉണ്ട്. സെറ്റാഫിൽ ഞാൻ പറഞ്ഞു. സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫേസ് വാഷ് നല്ലതാണ്. അതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ്, ഫേസ് വാഷ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഒരുപാട് ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന ബ്രൈറ്റനിങ് ആയിട്ടുള്ള ക്ലെൻസർ ഒന്നും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇനി സ്കിൻ കെയറിലോട്ട് കടക്കുവാണെങ്കിൽ നമ്മളിപ്പോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോരോ പ്രോസസ്സ് ഉണ്ടല്ലോ. അതായത് CTM ചെയ്യാറുണ്ട്, ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യണം എന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു നോർമൽ സ്കിന്നാണ്. അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ അറ്റകുറ്റ പണികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാം. വളരെ മൈൽഡ് ആയിട്ടുള്ള സാധാരണ നോർമൽ റോസ് വാട്ടേഴ്സ്, നമ്മുടെ ഫോട്ടോ കൊടുക്കാം, നോർമൽ റോസ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് കെമിക്കൽ ഒന്നും ഇല്ലാത്ത റോസ് വാട്ടേഴ്സ്. അതായത് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറയുമ്പോൾ പലതരം ടോണറാണ്. പോർ മിനിമൈസിങ്, ബ്രൈറ്റനിങ്, അങ്ങനെ പല ടോണേഴ്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ടോണർ വേണം എന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസറിന്റെ കേസിലാണെങ്കിൽ എല്ലാ മോയ്സ്ചറൈസറും നിങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. നിങ്ങളുടെ സ്കിന്നിന് ഇപ്പൊ എക്സ്ട്രീം കുരുവാണ്, നല്ല ടാൻ ആണ്, നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നൊന്ന് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഡോക്ടറിനെ കാണിക്കാവുന്നതാണ്. ഡോക്ടർ സജസ്റ്റ് ചെയ്ത മോയ്സ്ചറൈസേഴ്സ് മാത്രമേ നിങ്ങൾക്ക് തേക്കാൻ പാടുള്ളൂ. അഥവാ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോൺസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോടെ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത ഒരു മോയ്സ്ചറൈസറും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. കുറച്ച് നാളും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. കാരണം ഇപ്പോഴേ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ഇറിറ്റേഷൻ ആക്കിയിട്ട് പിന്നീട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി, അതായത് 18 ഇയേഴ്സ് എബോവ് ആയി കഴിഞ്ഞിട്ട് അത് റിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അപ്പൊ നിങ്ങൾക്ക് നല്ല സ്കിൻ കിട്ടും. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒന്നും യൂസ് ചെയ്യില്ല. എന്റെ ചെറിയ കാലഘട്ടങ്ങളിൽ, അതായത് 10ാം ക്ലാസ്, +1, +2 ആകെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്, ഐലൈനറാണ്. വേറൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്കിന്നിൽ പ്രോബ്ലംസ് വന്നപ്പോ, അതായത് കുരുവൊക്കെ വന്നപ്പോ ഞാൻ നേരെ കൊണ്ട് സ്കിൻ ഡോക്ടറിനെയാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കുക, ഇത് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ പിമ്പിൾസ് ഉള്ള സ്കിന്നാണ്, നിങ്ങൾക്ക് ഭയങ്കര കുരുവുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത്. അല്ലാണ്ട് സെറംസോ ക്രീംസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല.
സ്കിൻ കെയറിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതായത് വളരെ മൈൽഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഈ ഫിക്സ് ടെർമയുടെ ഈ ഒരു സൺസ്ക്രീൻ. ഇത് കുട്ടികൾക്കുള്ള സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ, അതായത് നിങ്ങൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ തരുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലിപ് കെയർ, ലിപ് ബാം ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ലിപ് ബാം ഒക്കെ നിവ്യയുടെ ഒക്കെ ലിപ് ബാം യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. ഇപ്പൊ ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു ലിപ് ബാം വന്നിട്ടുണ്ട്. അത് ചുണ്ടിലുള്ള പിഗ്മെന്റേഷൻസ് ഒക്കെ മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക. ചെറുപ്പം മുതലേ 50 രൂപയുടെയും 20 രൂപയുടെയും 30 രൂപയുടെ ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് 18 വയസ്സ് കഴിയുമ്പോൾ ചുണ്ട് കറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ റെമഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞളൊക്കെ മാക്സിമം ഒഴിവാക്കാം. അല്ലാണ്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ എന്റെ കസിൻസ് ഒക്കെ ഇവിടെ നിൽക്കാൻ വരുമ്പോ, ചെറിയ പിള്ളേരവരൊക്കെ, ഞാനിപ്പോ രക്തചന്ദനം തേക്കുവാണെങ്കിൽ അവർക്കും കൊടുക്കാറുണ്ട്. നമ്മൾ തൈര് തേക്കാം. തൈരൊന്നും തേക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ പെടലിക്കൊക്കെ അഴുക്കുണ്ടെങ്കിൽ ഈ തൈരും കാപ്പിപ്പൊടിയൊക്കെ തേക്കുന്നത് നല്ലതാണ്. കാരണം നമ്മള് വലിയ ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഐറ്റംസ് കൊണ്ട് പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നാച്ചുറൽ റെമഡീസിൽ നിങ്ങൾക്ക് മിക്കതും യൂസ് ചെയ്യാവുന്നതാണ്. മഞ്ഞളൊക്കെ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. ഇപ്പൊ സൺസ്ക്രീനിന്റെ കേസും ഞാൻ പറഞ്ഞു. പിന്നെ സെറംസ് നിങ്ങൾ തൊടാനേ പാടില്ല. സെറംസ് നിങ്ങൾ മാറ്റി വെച്ചേക്കൂ. 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാം. ഇപ്പോഴേ സെറത്തിന്റെ ആവശ്യമില്ല. ഇപ്പോഴേ സെറം ഒക്കെ യൂസ് ചെയ്ത് സ്കിന്ന് ഡാമേജ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ടീനേജർ സ്കിൻ കെയർ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല അല്ലെ. വലിയ സ്റ്റെപ്പ് ഫോളോ അപ്പ് ചെയ്യണം എന്നില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തോ, കുട്ടികൾക്കായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തോ, അല്ലാണ്ട് നാച്ചുറൽ റെമഡീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മള് വലിയ വലിയ പ്രൊഡക്ട്സ് ഒന്നും മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ട്, പാടുണ്ട്, കുരുക്കളുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കുക. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏജിനനുസരിച്ചാണല്ലോ ഡോക്ടർ തരുന്നത്. ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ എന്റെ സ്കിന്നിന് പിമ്പിൾസ് വന്നിട്ട് ഇവിടെയൊക്കെ പൊട്ടിയ പാടൊക്കെ ആയിരുന്നു. പിമ്പിൾസ് വന്നപ്പോ എന്ത് ചെയ്തു? സ്കിൻ ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ മരുന്ന് വന്നു, അത് തേച്ചു, മാറി. നിങ്ങളുടെ സ്കിൻ ഇപ്പൊ നല്ല സ്കിന്നാണ്, നിങ്ങൾ അതുകൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ ഇപ്പൊ ഒരു ബേബി സ്കിന്നാണ്, അത് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനൊക്കെ ചെറുപ്പത്തിലൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ എനിക്കത് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ മുതലേ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഏജിങ് തോന്നിക്കും. മെയിൻ ആയിട്ട് നിങ്ങൾ ഈ സെറംസും ഓരോ ക്രീംസ് ഒക്കെ മുഖത്ത് യൂസ് ചെയ്തിട്ട് കുറച്ചൊരു 18 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളൊരു തളച്ചിനെ പോലെ തോന്നും. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് ഏജിങ് തോന്നിക്കും. നിങ്ങളുടെ സ്കിന്നിന് ഏജിങ് തോന്നിക്കും. നിങ്ങളുടെ ബോഡി അല്ല, നിങ്ങളുടെ സ്കിന്നിന്, നിങ്ങളുടെ ഫേസിന് ഏജിങ് തോന്നിക്കും. അതെന്താന്ന് വെച്ചാല് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പണ്ട് മുതൽ യൂസ് ചെയ്ത് സ്കിൻ ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.